ഭൂമി അടുക്കളയിലെ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കാണ്. ഈ സമയത്ത് അങ്ങോട്ടാരോ പോയി മറിഞ്ഞ പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമി അടുക്കള വാതിലൂടെ പുറത്തിറങ്ങി നോക്കുമ്പം അവിടെയെങ്ങും ആരെയും കാണുന്നില്ല. തിരികെ വന്ന് തനിക്ക് തോന്നിയതാകാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് വീണ്ടും ആറ് നടക്കുന്ന കാലൊച്ച കേൾക്കുകയാണ്. മീനാക്ഷി ചേച്ചി, മീനാക്ഷി ചേച്ചി, മീനാക്ഷി ചേച്ചിയിൽ വന്നോ ഇനി എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി മീനാക്ഷിയാണോ നോക്കുകയാണ്. പക്ഷെ മീനാക്ഷി വന്നിട്ടില്ല. വേറെ ആരായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹാളിൻ്റെ കഥക് കുറ്റിയിട്ടതിന് ശേഷം അടുക്കളയിലേക്ക് വീണ്ടും വരികയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയടുത്തൊരു മുറിയുണ്ട്. ആ മുറിയിൽ നിന്നും ഒരു കാലിച്ച കേൾക്കുന്നുണ്ട്. ആരോ ഉണ്ടല്ലോ അകത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയാണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുമ്പം ആ കൊലപാതകി വന്ന് ഭൂമിയെ വട്ടം പിടിക്കുന്നുണ്ട്. അവളുടെ വാ പൊത്തി പിടിക്കുകയാണ്. എന്നിട്ട് അവളെ കട്ടിലോട്ട് മറിച്ചിടുന്നുണ്ട്. അതിനുശേഷം അയാളുടെ കയ്യിലിരുന്ന കരുതിയെന്ന് കത്തി എടുക്കുന്നുണ്ട്. അതിനുശേഷം വന്ന് ഭൂമിയുടെ വയറ്റിലേക്ക് കുത്താണ് കേട്ടോ. പെട്ടെന്നായിരിക്കും സത്യനാഥൻ ചാടി എഴുന്നേക്കുന്നത്. സത്യൻ കണ്ട ഒരു സ്വപ്നമായിരുന്നു കേട്ടോ അത്. അങ്ങനെ സത്യനാണെങ്കിലോ അലറി വിളിച്ചോണ്ടാണ് ചാടി എഴുന്നേക്കുന്നത്. ഈ സമയത്ത് സൗഭാഗ്യപുരത്തുണ്ട് നമ്മുടെ സത്യൻ അങ്ങനെ ചാടി എഴുന്നേറ്റ ശേഷം അജയുടെ മുറിയിലേക്ക് ചെല്ലാണ്. അപ്പോൾ അജയ് എന്താ അമ്മാവാ എന്താന്ന് ചോദിക്കുമ്പം ഞാനൊരു സ്വപ്നം കണ്ടു. ഭൂമിക്ക് ഒരാപത്ത് വരുന്ന പോലെ. അമ്മാവനൊരു തോന്നിയതായിരിക്കും. അല്ലടാ, ആ സ്വപ്നത്തിൽ ശരിക്കും യാഥാർത്ഥ്യം പോലെയാ ഞാൻ കണ്ടത്. ആ കുട്ടിക്ക് എന്തോ ഒരു അപകടം പോലെ എൻ്റെ മനസ്സിനകത്ത് വല്ലാത്തൊരു പേടി പോലെ. നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. അയ്യോ അമ്മാവ, രാത്രി 10 മണി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാം. ആ കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലടാ ഉള്ളൂ, ഒറ്റയ്ക്കല്ലേ കിടക്കുന്നത്. അത് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാ. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അത് ശരിയാവും അമ്മാവ. നോക്കുമ്പം നമ്മൾ അവളുടെ ആരുമല്ല. ഞാൻ അവളുടെ അമ്മയുടെ കേസന്വേഷിച്ചു പോലീസുകാരനും എൻ്റെ അമ്മാവനാണ് അമ്മാവൻ. നമ്മൾ രാത്രി അങ്ങോട്ടൊക്കെ ചെന്നെന്നൊക്കെ അറിഞ്ഞാലേ അത് വലിയ വിഷയമാവില്ലേ? എങ്കിലും എൻ്റെ മനസ്സിനകത്ത് എന്താ പോലെ ആരോ ആ കുട്ടി ഉപദ്രവിക്കുന്ന പോലെയൊക്കെ എൻ്റെ മനസ്സിന് എനിക്ക് ഒരു സമാധാനമില്ല. അവളുടെ അച്ഛന് സംഭവിച്ച പോലെ അവൾക്ക് സംഭവിച്ചാലോ? കഴിഞ്ഞ ദിവസം ആ കത്തിലൂടെ അവൾ പറഞ്ഞതല്ലേ എന്നെ ആരോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞെന്ന്. ഭൂമിയും പറഞ്ഞില്ലേ ആരൊക്കെയോ അവളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. മോനും ഒന്ന് പറഞ്ഞില്ലേ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഒന്ന് പോയി നോക്കാം ബാ എന്നാൽ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കീ എടുത്തുകൊണ്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോഴേക്കും എല്ലാവരും അവിടെ കിടന്നു കഴിഞ്ഞിട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ഭൂമി അജയുടെ ബൈക്കിൽ കയറി അങ്ങോട്ടേക്ക് ചെല്ലായിരിക്കും. ഈ സമയത്ത് ഭൂമിയാണെങ്കിൽ അടുക്കളക്കഥയൊക്കെ അടച്ചതിന് ശേഷം അകത്ത് കയറി ഉറങ്ങാനായിട്ട് കയറുന്നുണ്ട്. എന്നാൽ അവൾക്ക് ഉറക്കം വരുന്നില്ല. അച്ഛൻ്റെ ഫോട്ടോയും അമ്മയുടെ ഫോട്ടോയൊക്കെ മാറി മാറി നോക്കുകയാണ്. കഴിഞ്ഞുപോയ പല സംഭവങ്ങളും അവളുടെ മനസ്സിലൂടെ മിന്നി മറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തെടുക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞ നാളുകൾ. അച്ഛൻ തന്നെ കൈപിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയതും തിരികെ കൊണ്ടുവന്നതും അമ്മ തന്നെ ഒരുക്കിയതും ഭക്ഷണം വാരി തന്നതും അതുപോലെ താൻ ആദ്യമായി പ്രായപൂർത്തിയായപ്പം അച്ഛൻ തനിക്ക് പുതിയ ഉടുപ്പൊക്കെ മേടിച്ചു തന്നതും അമ്മ തന്നെ ഒരുക്കിയെടുത്തതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾ ഓർത്തുകൊണ്ട് തേങ്ങി തേങ്ങി കരയാണ്. ഈ സമയം അജയും സത്യനും കൂടിയിട്ട് അവർ വീടിന് അടുത്തുവരെ എത്തിയിട്ടോ. അപ്പോഴേക്കും സത്യന് മനസ്സുള്ളത് ശരിയായിരുന്നു. ഭവാനി പറഞ്ഞയച്ച ആ കമലുണ്ടല്ലോ, അയാള് നമ്മുടെ ഭൂമിയുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. അയാള് ഇവർ വണ്ടി കണ്ടപാടെ എടുത്തടിച്ച് ഓടുന്നുണ്ട്. ദേടാ അജയ് ആരോ ഓടുന്നു. പെട്ടെന്ന് ബൈക്കിൽ നിന്നും രണ്ടുപേരും ചാടി ഇറങ്ങി അയാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അയാളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അജയ്, ആരോ ഇവളെ പിന്തുടരുന്നുണ്ട്. ആ കുട്ടി അവൾ ഒറ്റയ്ക്കല്ലേ. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറയാണ്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം അമ്മാവ. എങ്കിലും അതാരായിരിക്കും? ആരാണെങ്കിലും അവൾ അപായപ്പെടുത്താൻ വന്നതാ. പറയാൻ പറ്റില്ല അമ്മാവ. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അച്ഛനും അമ്മയും ഒന്നുമില്ല. ആരും നോക്കാനും ഇല്ലെന്ന് ഈ പരിസരത്തുള്ളവർക്കൊക്കെ അറിയാലോ. ഏതെങ്കിലും പയ്യന്മാരുമില്ലോ അവളെ ശല്യപ്പെടുത്താൻ വന്നതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയും ചാൻസ് ഉണ്ട്. അല്ലടാ, ഇത് കൊലപാതകം തന്നെയാ, എനിക്ക് ഉറപ്പാ. അമ്മാവൻ്റെ മനസ്സറിയേ ഇപ്പം അവളോടുള്ള സ്നേഹം കാരണം അങ്ങനെ തോന്നിക്കുന്നതാ. ബാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി അവളുടെ ഡോറിന് മുട്ടാണ്. ഈ രാത്രിയിൽ ആരാന്നോർത്ത് ഭൂമി പേടിച്ചു പോകുന്നുണ്ട്. ഭൂമിയാണെങ്കിലോ പുറത്തേക്ക് ഇറങ്ങാൻ ഒന്ന് ശങ്കിച്ച് നിൽക്കുകയാണ്. വാതിക്ക് പോയിട്ട് ആരാ എന്ന് ചോദിക്കുമ്പം അജയ് പറഞ്ഞിട്ട് ഭൂമി ഞാൻ അജയ്, അമ്മാവനും ഉണ്ട്, ഒന്ന് തുറക്കാമോ എന്ന് ചോദിക്കുമ്പം ഡോർ തുറക്കുന്നുണ്ട്.
എന്താ സാർ എന്താ സാർ ഈ രാത്രിക്ക്? അത് പിന്നെ വേറൊന്നുമല്ല ഭൂമി, ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഭൂമി ആരും ഉപദ്രവിക്കുന്ന പോലെ ഞാനൊരു സ്വപ്നം കണ്ടു. അതോടുകൂടി ഞാൻ പേടിച്ചു പോയി. അപ്പോൾ തന്നെ മോളെ കാണണമെന്ന് എനിക്കൊരു തോന്നല്, അതുകൊണ്ട് വന്നതാ എന്ന് പറയാണ്. അയ്യോ സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കിടക്കാൻ തുടങ്ങായിരുന്നു. മോളെ ശല്യപ്പെടുത്തിയോ? ഇല്ല, അച്ഛൻ്റെ അമ്മയുടെയും ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കായിരുന്നു. ഉറക്കം വന്നില്ല, ജസ്റ്റ് ഒന്ന് കിടന്നതേ ഉള്ളൂ. അപ്പോൾ അജയ് പറയാണ്, ഇപ്പം സന്തോഷമായില്ല അമ്മാവന്, ഇനി നമുക്ക് പോയാലോ? എങ്കിലും രാത്രി മോളെ ഒറ്റക്കിട്ട് പോകുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനാവും? ഞങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാവും. അല്ല, ആ കടയിലെ ജോലിക്കാരില്ലേ, അവരോട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറയത്തില്ലായിരുന്നോ? എത്ര ദിവസമാ സാർ? എന്തായാലും അവർക്ക് വീടും കുടുംബമൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ എനിക്കിവിടെ നിൽക്കാൻ പറ്റുമോ? അതിനൊക്കെ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടായിക്കോളാം. എൻ്റെ അമ്മേനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം, അതേ ഉള്ളൂ. ദേ, ഈ സാറിനോട് ഒന്ന് പറഞ്ഞേക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ അമ്മേനെ പുറത്തിറക്കി തരാൻ. മോളെ, ആ കേസിലുള്ള തെളിവുകളെല്ലാം നിന്റെ അമ്മയ്ക്കെതിരെ സ്ട്രോങ്ങാ. അതുകൊണ്ട് തന്നെ അജയ്ക്ക് നല്ല ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് അജയുടെ കുറ്റമല്ല മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുറച്ചേരം സംസാരിച്ചതിന് ശേഷം അവരിടുന്ന് ഡോറടയ്ക്കാണ്. അവരിടുന്ന് പോകുന്നുണ്ട്. കമൽ ദൂരെ നിന്ന് ഇത് നോക്കിക്കാണാണ്. ശേഷം ഭവാനിയെ വിളിക്കുന്നുണ്ട്. മേഡത്തിന് തറവാട്ടിലുള്ള ആ പോലീസുകാരനും പഴയ പോലീസുകാരനില്ലേ, അയാളും കൂടി ഇവിടെ ഇപ്പോൾ വന്നിരുന്നു. ആര്? സത്യനും പിന്നെ അജയുമോ? അതെ മേഡം, ഈ വീട്ടിൽ വന്ന് ആ കൊച്ചിനൊക്കെ സംസാരിച്ചിട്ടാ പോയത്. നിന്നെ കണ്ടോ? ആരോ ഓടിപ്പോന്ന പോലെ അവർക്ക് തോന്നി. അവരപ്പോൾ തന്നെ എൻ്റെ പുറകെ വന്നെങ്കിലും ഞാൻ ഓടി രക്ഷപ്പെട്ടു. എടാ മണ്ട, അവരെങ്ങാനും കണ്ടിരുന്നെങ്കിലോ? മേഡല്ലേ പറഞ്ഞത് ഇന്ന് തന്നെ അവളുടെ കഥ കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ വന്നപ്പോഴേ അവര്, അതുകൊണ്ട് ഞാനിങ്ങ് ഓടിപ്പോന്നു. ഇനി ഞാൻ എന്ത് ചെയ്യണം? താൻ ഇനി അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോരെ. തന്നെ കണ്ടുകൊണ്ട് അവർക്ക് നല്ല സംശയം തോന്നിക്കാണും. ഇനി എന്തായാലും വീടിൻ്റെ സൈഡ് വെച്ച് വേണ്ട, അതെ അപകടമാ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഭവാനി കമലിനെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അജയും അതുപോലെ സത്യനും കൂടി വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലാണ്. ഈ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അല്ല, ഈ രാത്രിയിൽ നിങ്ങൾ എവിടെ പോയതാ? അമ്മേ, അത് പിന്നെ ഭൂമിയുടെ വീട്ടിലേക്ക്. ഭൂമിയുടെ വീട്ടിലോ? ഒരു പെങ്കൊച്ചു മാത്രം രാത്രി ഒറ്റയ്ക്കുള്ള സമയത്ത് നിങ്ങൾ രണ്ടോടും എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ആരെങ്കിലും കണ്ടെങ്കിൽ എന്ത് പ്രശ്നമായിരുന്നു? മുത്തശ്ശി, അതല്ല, അമ്മാവൻ ഒരു സ്വപ്നം കണ്ടു. ആ പെൺകുട്ടിക്ക് എന്തോ അപകടം വരുന്നത് പോലെ. അതുകൊണ്ട് സമാധാനമില്ലാതെ ഞങ്ങൾ ഇറങ്ങിപ്പോയതാ അങ്ങോട്ടേക്ക്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സംശയിച്ച് ശരിയായിരുന്നു. അവളുടെ വീടിൻ്റെ പുറകിലായിട്ട് ആറോളം നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കണ്ടപാടെ അയാൾ എടുത്തടിച്ച് ഓടി. ഞങ്ങളെ പിന്നാലെ പോയെങ്കിലും പിടി കിട്ടിയില്ല. കള്ളനാണോ, ഭൂമിയെ ഭയപ്പെടുത്താൻ വന്ന ആളാണോ അതോ ശല്യപ്പെടുത്താൻ വന്നതാണോ ഒന്നും അറിയില്ല. എന്തായാലും ആ കുട്ടി അപകടത്തിലാണെന്ന് മാത്രം അറിയാം. എൻ്റെ ഈശ്വര, പാവം കുട്ടി. അച്ഛനും പോയി, അമ്മയും ജയില്. അവൾക്ക് നീ വേറൊരു അബദ്ധം വരുത്തല്ലേ എൻ്റെ ഈശ്വര, അവളിനി പരീക്ഷിക്കല്ലേ എന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനാണെങ്കിൽ നമുക്കവളെ ഈ വീട്ടിലേക്ക് കൊണ്ട് താമസിപ്പിച്ചാലോ? സത്യം പറയാണ്, അതിനെക്കുറിച്ച് ഞാനും ആലോചിച്ചു. പക്ഷേ എന്ത് പേർ നമ്മൾ കൊണ്ടുവരും? നമുക്ക് ഒന്നോ രണ്ടോ പ്രശ്നങ്ങളുടെ പരിചയമല്ലേ ഉള്ളൂ. സത്യം പറയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അവിടെ അതും ശരിയാവില്ല അല്ലേ അമ്മേ? ഇല്ലടാ, നമുക്ക് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. അല്ല ജയ്, അവർ അമ്മയുടെ കേസ് എന്തായി? ഒന്നും ആയില്ലമ്മേ. രക്ഷിക്കപ്പെടാൻ ചാൻസ് തീരെ കുറവാ. ഞാൻ പറഞ്ഞില്ലേ, തെളിവുകളെല്ലാം അവർക്കെതിരാ. അതുകൊണ്ട് തന്നെ വലിയ കാര്യമായ പ്രതീക്ഷയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. കഷ്ടമായിപ്പോയി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഭവാനി ഇറങ്ങി വരുന്നുണ്ട്. എന്തിനമ്മേ ആവശ്യത്തെ കേസൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നത്? ആ പെൺകുട്ടി ആരാണെന്ന് പോലും നമുക്കൊന്നും അറിയില്ല. നമ്മുടെ വീട്ടിലേക്ക് പലഹാരവും കൊണ്ടുവന്ന ഒരു പലഹാര കച്ചവടക്കാർ, അത്രേ ഉള്ളൂ. അവളുടെ അടുത്ത് ഇത്രയൊക്കെ സോഫ്റ്റ് കോർണറിൻ്റെ ആവശ്യമുണ്ടോ? ഈ നാട്ടിൽ എത്രയോ പെൺകുട്ടികൾ അനാഥരായിട്ടുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരെല്ലാം ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. ഓരോരുത്തരുടേതും അവനവൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഓരോ വയ്യാവലി എടുത്ത് തലയിൽ വെക്കല്ലേ. അവളുടെ പിന്നാലെ ആരോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഇവിടെ ചെന്നതിന് സംഭവിച്ചാലോ? ആര് സമാധാനം പറയും? നമ്മൾ തന്നെ സമാധാനം പറയണ്ടേ? അത് ശരിയാണല്ലോടാ. ഇവിടെ വെച്ചവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സമാധാനം പറയണ്ടേ? അമ്മേ, എന്നും കരുതി ഒരു പെൺകുട്ടിയുടെ ജീവൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് കളയാൻ പറ്റുമോ അമ്മേ എന്ന് സത്യം ചോദിക്കുകയാണ്. എനിക്കറിയില്ല മോനെ, എന്തെങ്കിലും ഒരു തീരുമാനം ഈശ്വരൻ കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശാകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ സത്യനും അകത്തേക്ക് പോകുന്നുണ്ട്. അജയ് ആണെങ്കിലോ
ഭവാനിയെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. ഭവാനി ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുമായിരിക്കും. അവൾക്ക് ഷർട്ട് കൊടുക്കാൻ നടക്കുന്നു ഇവിടെയുള്ളവന്മാര്. നിന്റെ മകളാടാത്, പക്ഷെ നിന്നെ ഒരിക്കലും ഞാൻ മകളാന്ന് അറിയിക്കില്ല. അവളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും, നീ കണ്ടോ? നിന്റെ മുമ്പിൽ അവളെ പെടഞ്ഞു മരിക്കൂടാ. അതിനുശേഷം ഞാൻ നിന്നെ അറിയിക്കും അവൾ നിന്റെ മകളായിരുന്നുവെന്ന് എന്നും പറഞ്ഞ് ഭവാനി അകത്തേക്ക് കയറി പോവാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട്. രാവിലെ മീനാക്ഷി വരികയാണോ. എന്നിട്ട് എന്താ മോളെ, രാത്രി ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ ഒരുമാതിരി ഇരിക്കുന്നല്ലോ. ഉറക്കം വന്നില്ലേ ചേച്ചി? രാത്രി 1 മണി 2 മണിയായി ഒന്ന് ഉറങ്ങിപ്പോയപ്പോൾ. പിന്നെ ഇന്നലെ സത്യൻ സാറും അജയ് സാറും വന്നിരുന്നു. എപ്പോ? രാത്രി ഒരു 10 മണി കഴിഞ്ഞു. ആ സമയത്ത് എന്തിനാ അവർ വന്നത്? ആ സത്യൻ സാറ് എന്തോ സ്വപ്നം കണ്ടെന്ന്, എനിക്കെന്തോ ആപത്ത് വരുന്ന പോലെ. അങ്ങനെ രണ്ടുപേരും വന്നതാ. ആ സമയത്ത് ഇവിടുന്ന് ആരോ ഓടിപ്പോയെന്നൊക്കെയാ അവര് പറഞ്ഞത്. ആണോ? എന്നിട്ടോ? ആരായിരുന്നു അത്? അതൊന്നും അറിയില്ല. എന്തായാലും ഞാൻ രാവിലെ കടയിലേക്ക് പോകുന്നുണ്ട്. അപ്പ സാറോട് വീട്ടിലോട്ട് ചോദിക്കാം ആരാ എന്നെ ശല്യപ്പെടുത്താൻ വന്നേന്ന്. മോളെ, അങ്ങനെയാണെങ്കിൽ മോൾ എന്നോട് ഒറ്റയ്ക്ക് നിൽക്കണ്ട, എൻ്റെ കൂടെ പോരെ, എൻ്റെ വീട്ടിൽ താമസിക്കാം. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും ചേച്ചി, അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എൻ്റെ അച്ഛൻ ആത്മാവ് എനിക്ക് കൂട്ടിനുണ്ട്, അത് മതി. അതല്ല മോളെ, ഏട്ടനെയും പിള്ളേരെ ഇട്ടിട്ട് എനിക്ക് രാത്രിയിൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? എൻ്റെ സാഹചര്യമൊക്കെ മോൾക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെയുള്ളപ്പോൾ മോളോട് തനിച്ചല്ലേ, മോൾക്കതൊരു റിലീഫും ആകും. അവിടെ ഒന്ന് താമസിച്ചാൽ മോക്കച്ചി ആശ്വാസമാവില്ലേ. മോൾ അങ്ങോട്ടേക്ക് വാ. ആർക്കും ഒരു ശല്യമാണെന്ന് മോൾ കരുതണ്ട. അയ്യോ വേണ്ട ചേച്ചി, അതൊന്നും സാരമില്ല. എൻ്റെ അച്ഛനുള്ള ഈ വീട്ടിൽ തന്നെ ഞാൻ നിന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയാണെങ്കിൽ മീനാക്ഷിയുടെ കൂടെ രണ്ടുപേരും ഓരോ ജോലിയൊക്കെ തീർത്തതിന് ശേഷം കടയിലേക്ക് പോവാണ്. കടയിൽ നിന്നും നേരെ ചായയുമായിക്കൊണ്ട് ഓഫീസിലേക്ക് ഭൂമി ചെല്ലുന്നുണ്ട്. എസ്ഐയുടെ മുറിലേക്ക് ചെന്നതിന് ശേഷം അജയുടെ മുറിലേക്ക് ചെന്നതിന് ശേഷം അജയോട് ഇന്നലെ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ സത്യമാണോ? അതെ, ഞങ്ങൾ ഒരാളെ കണ്ടതാ. അയാൾ ആ പറമ്പിൽ നിപ്പുണ്ടായിരുന്നു, എടുത്തിട്ട് ചോടി. അതുകൊണ്ട് ആരാണെന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. രാത്രി അല്ലായിരുന്നോ? അതുകൊണ്ടാ. എങ്കിലും അതാരായിരിക്കും സാറേ? ഇനി എന്നെ കൊല്ലാൻ വന്നവരായിരിക്കോ? എൻ്റെ അച്ഛനെ കൊന്നവർ? അറിയില്ല. എന്തായാലും ഭൂമിയുടെ സേഫ് അല്ലെന്ന് തോന്നുന്നു. ഭൂമിക്ക് അവിടുന്ന് മാറിയുള്ളിൽ താമസിച്ചൂടെ? ഞാൻ എവിടെ പോകാനാ സാറേ? മീനാക്ഷി ചേച്ചി രാവിലെ ഒന്ന് വിളിച്ചു അങ്ങോട്ടേക്ക് പോകാന്ന്. അതൊക്കെ ഒരു ഫാമിലി അല്ലേ, അവിടെയൊക്കെ ഞാൻ പോയാൽ അതൊരു ശല്യമാവും. അതൊന്നും വേണ്ട. ഭർത്താവും കുട്ടികളൊക്കെ അവിടെ കഴിയുന്നവരല്ലേ. പിന്നെ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ അച്ഛൻ എനിക്കവിടെ കൂട്ടിനുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം, അത് മാത്രം മതി. അല്ല, ആ ഫോണ് നന്നാക്കും കൊടുത്തിട്ട് കിട്ടിയോ? ഇല്ല, കുറച്ച് താമസമുണ്ടെന്നാ പറഞ്ഞത്. ഒരുപാട് ദിവസമായിട്ട് വെള്ളം കിടച്ച് കിടക്കല്ലായിരുന്നോ, അതുകൊണ്ട് തന്നെ അതിൽ നിറയെ വെള്ളമാണ്, ഒന്നും കിട്ടിയില്ല. അതിനെ നന്നാക്കിയെടുക്കണമെങ്കിൽ കുറച്ച് പാടാണെന്നാ അവർ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പറയാണ്. അങ്ങനെ ഭൂമി അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. അജയ്ക്കാണെങ്കിലോ ആകെപ്പാടെ കൺഫ്യൂഷൻ. എങ്കിലും ആരായിരിക്കും അത്? ഉറപ്പായിട്ടും അത് ഭൂമി അപായപ്പെടുത്തുന്നുണ്ട് തന്നെ വന്നതാ. എങ്കിലും വെള്ളിച്ചിട ആ സമയത്ത്, അമ്മാവൻ ആ സമയത്ത് എങ്ങനെ മനസ്സിലായി അത് തൻ്റെ ഭൂമിക്കൊന്ന് അപകടം പറ്റാൻ പോവാണെന്ന്? എന്തായാലും ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് ഭൂമിയുടെ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ എല്ലാ ദിവസവും രാത്രിയിൽ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അവളെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അജയ് ആലോചിക്കുന്നുണ്ട്. അജയ് എന്തോ ആലോചിച്ച് തീരുമാനം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഭൂമിയെ വിളിപ്പിക്കുകയാണ്. ഭൂമി ഒന്ന് എന്താ സാറെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ തൻ്റെക്ക് വേണ്ടി 2 പോലീസുകാരെ പ്രൊട്ടക്ഷൻ അയച്ചേക്കാം. അയ്യോ സാറേ, അതൊന്നും വേണ്ട. അത് വേണം, ഒരു ലേഡി പോലീസ് തനിക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഞാൻ അയക്കാൻ പോവാം. താനിവിടെ തൻ്റെ ജീവനൊരു ഭീഷണിയുണ്ടെന്നും ആരും തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കേസ് തന്നാൽ മതി. തനിക്ക് കുറച്ച് ദിവസത്തേന് ഒരാളെ ഇതായിട്ട് നിർത്തണമെന്ന്, സെക്യൂരിറ്റി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇതാ. ഞാനതുപോലെ വേണ്ട വിധം അത് കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഭൂമി സമ്മതിക്കാഞ്ഞിട്ടും അജയ് സമ്മതിക്കുന്നില്ല കേട്ടോ. ആരെങ്കിലും ഒരാളെ നിർത്തണമെന്ന് തന്നെ ഭൂമിക്ക് അജയ്ക്ക് വാശിയാണ്. അങ്ങനെ ഭൂമി അവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അജയ് ആണെങ്കിലോ ഒരു ലേഡി പോലീസിനെ അങ്ങോട്ടേക്ക് രാത്രിക്ക് അയക്കുകയാണ്, ഭൂമിക്ക് ഒരു സേഫ്റ്റിക്കായിട്ട്. അങ്ങനെ ഭൂമിയുടെ കൂടെ ആ ഒരു കോൺസ്റ്റബിൾ ഉണ്ട് കേട്ടോ. അവർ പറയാണ്, എന്തായാലും മോളെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലൊക്കെ ഡ്യൂട്ടി, പല സ്ഥലങ്ങളിലേക്ക് പോയാലും ഉറങ്ങാൻ പോലും പറ്റില്ല, ഒന്ന് ഇരിക്കാൻ പോലും പറ്റില്ല. ചിലപ്പോഴോ ചിലയിടത്തൊക്കെ വല്ലാത്ത വിഷയം ഉണ്ടാവും. ഇവിടെ ഞാൻ പിന്നെ സേഫ് ആണല്ലോ എന്ന് പറയാണ്. സേഫ് അയച്ചി, ഇവിടെ ഒന്നും പേടിക്കാനില്ല എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ ബോംബയുടെ വീട്ടിൽ ഒരു കോൺസ്റ്റബിളിനെ സെക്യൂരിറ്റി കിട്ടുമെന്നുള്ള കാര്യം ഭവാനി അറിയാണ്. ഭവാനി മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവളെ വേറെവിടെങ്കിലും വെച്ച് എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് അവളുടെ അവളുടെ ജീവൻ പോണത് എൻ്റെ കൈ കൊണ്ടായിരിക്കും, ഇനി അതിനൊരു മാറ്റമില്ല എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ രാവിലെ കടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്ന് മീനാക്ഷി നേരത്തെ പോയി കട തുറന്നു. നമ്മുടെ ഭൂമിയാണ് രണ്ടാമതായിട്ട് പോണത്. ഭൂമി അങ്ങനെ സ്കൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഭവാനി കമലിനെ എത്രയും പെട്ടെന്ന് അവളുടെ കഥ കഴിക്കണം എന്ന് പറയാണ്. അങ്ങനെ അയാളാണെങ്കിലോ ഒരു ഒരു ടിപ്പർ ലോറി അറേഞ്ച് ചെയ്യാണ്. ആ ടിപ്പർ ലോറിയിൽ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. ആ ടിപ്പർ ലോറിലുള്ളത് വാടക കൊലയാളിയാണ്. അങ്ങനെ അയാൾ ഭൂമിയുടെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് വരികയാണേ. ഭൂമി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയങ്ങളെല്ലാം അവളുടെ മനസ്സിൽ അവളുടെ അച്ഛൻ്റെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഓർത്തുകൊണ്ട് അവൾ പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഭൂമിയുടെ വണ്ടിക്കിട്ട് കയറി ഇടിക്കാൻ വേണ്ടി പോകുന്ന കൃത്യസമയത്താണ് അജയ് വന്ന് അയാൾ വണ്ടിക്ക് ഓവർടേക്ക് ചെയ്യുന്നത്. അജയെ കണ്ടപാടെ ആ വണ്ടി പെട്ടെന്ന് തന്നെ വഴിമാറി പോവാണ്. അജയ് പിന്നാലെ പോയെങ്കിലും കിട്ടിയില്ല കേട്ടോ. അജയ് തിരിച്ച് ഭൂമിയുടെ അടുത്ത് വരികയാണ്. നീ എന്ത് പണിയായി കാണിക്കുന്നത്? ഇത് റോഡല്ലേ, നീ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. സാർ എന്താ പറ്റിയെന്നോ? അയാൾ നിന്നെ ഇപ്പം ഇടിച്ചിട്ടേ. നിനക്ക് തോന്നിയില്ലേ പുറകിൽ വണ്ടി ഉണ്ടെന്ന്? എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നേ? അത് സാർ കുറേ നേരമായിട്ട് ആ വണ്ടീൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ഞാൻ കുറേ സമയം കയറി പൊക്കാളാൻ വേണ്ടി വഴി കാണിച്ചതാ, പക്ഷേ അയാൾ കയറി പോകുന്നില്ല. ഞാൻ കരുതി ഇനി ലോഡ് ബോട്ടെല്ലാം പോകുന്നോണ്ടായിരിക്കും, അതുകൊണ്ടാ ഞാനിങ്ങി പോണത്. നിനക്ക് ഇത്രയ്ക്ക് വിവരമില്ലേ? ആ വണ്ടി നിന്റെ പിന്നാലെ വന്നത് വേറൊന്നുമല്ല, നിന്നെ ഇടിച്ചിടാൻ വേണ്ടിയിട്ടാ. അത് കണ്ട ആർക്കാണെങ്കിലും മനസ്സിലാവും. നീ ഇത്രയ്ക്ക് ബോധമില്ലാതാണോ വണ്ടി ഓടിക്കുന്നത് എന്ന് ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്നെ ഇടിച്ചിടാനോ എന്ന് ചോദിക്കുമ്പം അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ കണ്ടുടനെ അയാൾ പേടിച്ചോടിയത്. അല്ലെങ്കിൽ അയാൾ നേരെ വണ്ടിയും കൊണ്ട് പോവല്ലേ ഉള്ളൂ. പക്ഷെ അയാൾ വേറെ റൂട്ടിലൂടെ പേടിച്ചോടിയത് താൻ കണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ആരോ കൂടിയിരിക്കുകയാണല്ലോ സാറേ. എൻ്റെ അമ്മയെ അപായപ്പെടുത്തിയത് ആരാണോ, എൻ്റെ അച്ഛനെ അപായപ്പെടുത്തിയത് ആരാണോ, അയാൾ തന്നെയായിരിക്കും എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത് എന്നെയും കൂടി കൊല്ലാൻ. ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കൾ ആരുമില്ല, പറയത്തക്ക ബന്ധുക്കളും ആരുമില്ല. പിന്നെ ആരായിരിക്കുമെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. അച്ഛൻ ഒന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. ആരോ തന്നെ കൊല്ലാൻ നോക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതാരാണ് എന്താണ് ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. സാറില്ല, എന്തായാലും രാത്രിയിൽ തൻ്റെ വീട്ടിൽ വന്ന് തന്നെ അപായപ്പെടുത്താൻ പറ്റത്തുണ്ടായിരിക്കും. അവരുടെ ഈ കോളത്തിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഏത് നിമിഷവും തൻ്റെ പിന്നിൽ ഒരു കൊലയാളി ഉണ്ടെന്നുള്ള ചിന്ത വേണം. എന്തപായം തോന്നിയാലും അപ്പം തന്നെ എന്നെ അറിയിക്കണം. അത് മാത്രമല്ല, ഇതുപോലെ സ്വപ്നലോകത്ത് നടക്കരുത്. എപ്പോഴും കരുതിയിരിക്കണം. മനസ്സിലും അതുപോലെ ശരീരത്തിനും ഒരു എനർജി ഉണ്ടാക്കണം. ഏത് നിമിഷവും തന്നെ കൊല്ലാൻ പിന്നാലെ ഒരാളുണ്ട്. അയാളെ ഏതു വിധേനയും കീഴ്പ്പെടുത്തണമെന്ന് കരുതിക്കോണം. അയാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കരുത്. അമ്മയെ രക്ഷപ്പെടുത്തേണ്ടതാണെന്ന് ഓർമ്മ വേണം എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അജയ് പോവാണ്. എങ്കിലും തന്നെ ആരായിരിക്കും കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് ഭൂമി ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വരാൻ പോകുന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.